നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ നേപ്പാൾ പോവാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വലിയൊരു ഡ്രീമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്ക് ചെയ്യുക എന്നുള്ളത്. ഒരു 10-17 ദിവസം ഇനി നേപ്പാളിലായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ രാവിലെ ഏതാണ്ട് 4 മണിയായി. ഞാൻ 4 മണിയായപ്പോൾ ഇവിടെ എത്തി. 5:25 ഫ്ലൈറ്റ്, ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ മുംബൈ വഴിയാണ് കാഠ്മണ്ഡു പോകുന്നത്. മുംബൈയിൽ രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് എത്തും. ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴത്തേക്കും കാഠ്മണ്ഡു എത്തും. 2:05 ആകുമ്പോഴത്തേക്ക് കാഠ്മണ്ഡു എത്തും. അപ്പം ഇനിയുള്ള ദിവസങ്ങളിലെ വീഡിയോ എന്ന് പറയുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും ഉണ്ടാകുക. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇനിയിപ്പം ഇവിടെ നമ്മൾ പോയി ബോർഡിംഗ് പാസ് എടുത്തിട്ട് ഇൻഡിഗോയുടെ അവിടെ ചെന്ന് ബാഗ് എല്ലാം കൊടുക്കണം. അവിടെ ചെക്കിങ് ചെയ്യണം. പിന്നെ അതിനുവേണ്ടി പോവാണ്. അങ്ങനെ താണ്ട് ഞാൻ അവിടെ ഇൻഡിഗോയുടെ അവിടെ ചെന്നിട്ട് നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് ടിക്കറ്റ് കിട്ടി. ഇതെൻ്റെ ഇൻഡിഗോയുടെ ടിക്കറ്റാണ്. ഗേറ്റ് നമ്പർ 5 ചെല്ലേണ്ടത്. വിൻഡോ സീറ്റാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ കൊച്ചി ടു മുംബൈ ആണ് ഈ ടിക്കറ്റ്. പിന്നെ നമ്മൾ മുംബൈ ടു കാഠ്മണ്ഡു ആണ്. ഒരു 7:30 ആകുമ്പോഴത്തേക്കും മുംബൈയിലെത്തും. അവിടുന്ന് പിന്നെ നമുക്ക് 11:15 ഉള്ളൂ അടുത്ത മുംബൈയിൽ നിന്നുള്ള കാഠ്മണ്ഡുവിലോട്ടുള്ള ഫ്ലൈറ്റ്. അതുവരെ നമ്മൾ മുംബൈ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എൻ്റെ ടിക്കറ്റൊക്കെ കിട്ടി. ഞാനിവിടെ ഇനി ഗേറ്റ് നമ്പർ 5 പോകണം. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞതാണ്ട് ഞാനിവിടെ നമ്മുടെ ഗേറ്റ് നമ്പർ 5 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് നമ്പർ 5 നമ്മൾ ഇരിക്കേണ്ടത്. അവിടുന്ന് ഒരു 4:30 ആകുമ്പോഴത്തേക്കും അവർ നമ്മളെ വിളിക്കും. അങ്ങനെ താണ്ട് നമ്മൾ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു എനിക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്ക് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കുറേ നാളുകൾ മുമ്പ് ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അത് സാധിക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈം നമ്മൾ പറയാമല്ലോ, ഞാൻ ഇന്ത്യക്ക് പുറത്തേക്ക് പോവാണ്. ഇതുവരെ ഞാൻ ഇന്ത്യക്ക് പുറത്തേക്ക് പോയിട്ടില്ല. അങ്ങനെ ആദ്യത്തെ യാത്രയാണ് ഇന്ത്യക്ക് പുറത്തേക്കുള്ളത്. അതും എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും എക്സൈറ്റഡാണ് ഞാൻ. എന്തായാലും നമുക്ക് പോയി നോക്കാം. പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാം. എന്താണ് ഫ്ലൈറ്റിലേക്ക് കയറി. വലിയ ഫ്ലൈറ്റൊന്നുമല്ല, ചെറിയ ഫ്ലൈറ്റ്. ഞാൻ മുംബൈ ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഇപ്പോൾ 7:30 ഇവിടുന്ന് ഇനി 11:30 കാഠ്മണ്ഡുവിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് ഡിപ്പാർച്ചർ. നമ്മൾ കാഠ്മണ്ഡുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി ഇവിടെ വന്നിട്ട് ഇൻഡിഗോയുടെ ഇത് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇത്. ഇതിൻ്റെ മുകൾ വശമൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ, കണ്ടോ. അങ്ങനെ ചെക്കിങ് കുറച്ച് നേരം ഉണ്ടായിരുന്നു. ചെക്കിങ്
കാരണം നമ്മുടെ ട്രെക്കിംഗ് ഷൂ ആണ്, പിന്നെ കുറച്ച് എൻ്റെ മൊബൈലും ചാർജറും അങ്ങനെയുള്ള സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം നമ്മൾ അവരെടുത്ത് ചെക്ക് ചെയ്യും. അതുകൊണ്ട് കുറച്ച് സമയം ചെക്കിങ്ങിന് വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് താണ്ടിപ്പം അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇനി നമ്മൾ പാസഞ്ചർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന അവിടോട്ട് പോകണം. അവിടെ ചെന്ന് ഇനി ഈ ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മളിനി അകത്തേക്ക് വിടും. അപ്പോൾ ഇനി താണ്ട് ഇവിടെ മൊത്തം ഫുള്ള് ഷോപ്പുകളാണ്ടോ, എന്താ വേണമെങ്കിലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. കണ്ടോ, ഇവിടെ ഫുള്ള് താണ്ട് ഇങ്ങനെയുള്ള ഷോപ്പുകളാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതാണ് ഞാൻ ഈ നോക്കുന്നത്. കാരണം ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. രാവിലെ തൊട്ട് വിശന്നിരിക്കുക, രാത്രി കയറിയതല്ലേ, വിശന്നിരിക്കുകയാണ്. അപ്പോൾ എന്നാണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടോ എയർ ഹോസ്റ്റേഴ്സൊക്കെ പോകുന്നുണ്ടോ, അങ്ങോട്ട് പോകണം. ഇനി നമ്മൾ അവിടുന്ന് നല്ല ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് നല്ല അടിപൊളി ഷോപ്പുകളാണ്. ഇപ്പോൾ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ കാഠ്മണ്ഡുവിലേക്ക് പോവല്ലേ. തിരിച്ചു വരുമ്പോൾ നമ്മൾ മുംബൈ വഴിയല്ല, ഡൽഹി വഴിയാണ് പോകുന്നത്. കണ്ടോ, ഇവിടെ കുറേ ഇങ്ങനെ ചെടികളൊക്കെയാണ്. കണ്ടോ, അടിപൊളി എയർപോർട്ട് കേട്ടോ. ഇവിടെ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ മുകളിൽ കണ്ടോ. ഇനി ഇവിടുന്ന് മുകളിൽ പോകണം. ഗേറ്റ്സ് എല്ലാം മുകളിലാണേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 67 to 78. എൻ്റേത് 67. അപ്പം ഞാൻ മുകളിൽ പോകണം. ഇതുണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് കണ്ടേ എയർപോർട്ട് നല്ലതായിട്ട് കാണും കണ്ടോ. അതുകൊണ്ട് ഫ്ലൈറ്റൊക്കെ കണ്ട് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടോ, അത് കണ്ട് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്. ഇത് നോക്കി കണ്ടോ, അത് മൂവ് ചെയ്യാണ്. പിന്നെ അവിടുന്ന് അവിടെ ഇൻഡിഗോയുടെ വിസ്താര ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇതുണ്ട് പ്രെയർ റൂം. ഇത് പ്രെയർ റൂമാണ്. എവിടെയൊക്കെ കണ്ടോ ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ് കിടക്കുന്നത്. അത് വിസ്താരയാണ്. അതുണ്ടോ, ഞാനിവിടെ മുംബൈയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഛത്രപതി ശിവാജി എയർപോർട്ടാണിത്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഒരു ഫുഡ് കോർട്ടാണ്, ചെറിയൊരു ഫുഡ് കോർട്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ ഒരു ഇഡ്ഡലി, വട, സാമ്പാർ, ചമ്മന്തി, പിന്നെ ഒരു ടീ അത് മേടിച്ചു. രാവിലെ ഇത്ര നേരം ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ വട, ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ മേടിച്ചു. പിന്നെ ഇത് കഴിക്കാൻ പോവാണ്. ഇവിടെ നിന്ന് രണ്ട് ഫ്ലൈറ്റ് ഇങ്ങനെ കിടക്കുന്നതും വരുന്നതും പോകുന്നതും ഒക്കെ നമുക്ക് കാണാം. കണ്ടോ, ഇതുവരെ ആ ചെവി അടഞ്ഞിരിക്കുന്നത് മാറിയിട്ടില്ല. ചെവി ഇതുവരെ തുറന്നില്ല, ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും എന്താ ചെയ്യാന്നറിയില്ല. അങ്ങനെ ഇഡ്ഡലിയും വടയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. കണ്ട് ഇവിടെ കണ്ടോ വലിയ ഫ്ലൈറ്റുകൾ എടുക്കുന്ന എയർ ഇന്ത്യയുടെ കണ്ടോ, ഒരു വലിയൊരു ഫ്ലൈറ്റ് എടുക്കുന്നത് എയർ ഇന്ത്യയുടെയാണ്. അതെ, ഇത് കണ്ടോ വലിയൊരു ഫ്ലൈറ്റ്. ഇവിടെ ഒരു വിസ്താരയുടെ ഫ്ലൈറ്റ് കണ്ട് ഇവിടെ കിടപ്പുണ്ട്. എന്തോ ഒരു ഫ്ലൈറ്റ് പോകുന്നു. കുഴപ്പമില്ലാത്ത ഒരു ഇഡ്ഡലിയും വടയും ഒക്കെ ആയിരുന്നു. ചായയും നല്ലതായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കഴിച്ചു. ഇനിയിപ്പം 9:45 കഴിഞ്ഞു. ഇനി ഇവിടുന്ന് കുറേ സമയം എടുക്കും. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. വലിയൊരു എയർപോർട്ടാണ് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല ഈ സമയത്ത്. കണ്ടോ, ഇവിടെ എല്ലാം കുറച്ച് അധികം ആൾക്കാരില്ല. അവിടെ നിന്ന് ഇവിടെ നമുക്ക് കുറച്ച് പേരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് അവിടെ 67-ലാണ്. ഇനി മുംബൈ, ഇപ്പം ഞാൻ മുംബൈയിലാണ്. മുംബൈയിൽ നിന്ന് ഇനി കാഠ്മണ്ഡു ആണ്.
അപ്പം 11:15 നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റുള്ളത്. അതിൻ്റെ ബോർഡിംഗ് പാസ്സാണിത്. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇനി ഇവിടുന്ന് അവർ കോൾ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ പോയി ഫ്ലൈറ്റിൽ കയറണം. 2 മണിയാകുമ്പം 2:05 നമ്മൾ കാഠ്മണ്ഡു എത്തും. അങ്ങനെ ഏതാണ്ട് എല്ലാം കഴിഞ്ഞ് കണ്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. കേട്ടോ, ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അവിടെ ഫ്ലൈറ്റ് ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. അവിടെ വിസ്താര കിടപ്പുണ്ട്. അതിനപ്പുറത്ത് ഇൻഡിഗോ അല്ലല്ലോ, വിസ്താരയുടെ ഫ്ലൈറ്റ് എടുക്കുന്നുണ്ടോ. ഈ കാണുന്ന ഫ്ലൈറ്റിലാണ് അതല്ല, എൻ്റെ ഫ്രണ്ട് വശം ഈ കാണുന്ന ഫ്ലൈറ്റിലാണ്. ഈ കാണുന്ന ഫ്ലൈറ്റിൽ നമ്മൾ പോകുന്നത് കേട്ടോ. ഇപ്പോൾ മുംബൈയിൽ നിന്ന് ഈ ഫ്ലൈറ്റിൽ കയറി കാഠ്മണ്ഡു എത്തും. കാഠ്മണ്ഡുവിൽ 2:05 ടൈം. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറി. ഹായ്, മോർണിംഗ്. 24F ഇതാണ് സീറ്റ്. പുറത്ത് കണ്ട് വേറെ കുറേ ഫ്ലൈറ്റുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. കണ്ടോ, ഇപ്പോൾ 11 മണിയായി. 11:15 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അവിടെ നിന്നൊരു ഫ്ലൈറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. കണ്ടോ, ഫ്ലൈറ്റ് മൂവ് ആയിട്ടുണ്ട്. എന്തൊരു വലിയ എയർപോർട്ടാണ് ഇത്. കുറേ ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ടൊരു ഫ്ലൈറ്റ് വന്നില്ല ചെയ്യുന്നത് കണ്ടോ. കണ്ടോ, ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നു. ചെയ്തു. എന്തോരം ഫ്ലൈറ്റാണെന്നറിയാം മുംബൈയിൽ ഇങ്ങനെ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വരിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ ഫ്ലൈറ്റ് ഇതുവരെ ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. ഫ്രണ്ടിൽ പോകുന്ന വരിയായിട്ട് നിൽക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ ഫ്ലൈറ്റാണ് മൂവ് ആവുന്നത്, ടേക്ക് ഓഫ് ചെയ്യുന്നത്. ലാസ്റ്റ് ഉണ്ട്, അടുത്തത് ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അതിൻ്റെ ബാക്കിൽ വേറൊരു ഫ്ലൈറ്റ്. അതിൻ്റെ ബാക്കിൽ അങ്ങനെ വരെ കിടക്കുന്നുണ്ടോ. ഇങ്ങനെ ലൈനായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ എന്തോരം ഫ്ലൈറ്റ് ഒരു ദിവസം ഇവിടെ നിന്ന് പോകുന്നതെന്ന് നോക്കിയോണം. അതുപോലെ തന്നെ വരുന്നുമുണ്ട്, ഇറങ്ങുന്നുമുണ്ട്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ വന്നിറങ്ങുന്നത്. അപ്പോൾ കണ്ട ഈ ഫ്ലൈറ്റ് പൊങ്ങി ഉടനെ അടുത്ത ഫ്ലൈറ്റ് ഇവിടെ അടുത്ത ഫ്ലൈറ്റാണ് എയർ ഇന്ത്യയുടെ. ആ ഫ്ലൈറ്റായിരിക്കും അടുത്ത പൊങ്ങാൻ പോകുന്നത്. അങ്ങനെ വരിയായിട്ട് ഇതാണ്ട് അങ്ങ് വരെ കിടക്കുകയാണ്. അങ്ങ് വരെ കിടപ്പുണ്ട്. വന്നുകൊണ്ടേ ഇരിക്കും അടുത്ത ഫ്ലൈറ്റ്. അടുത്ത കാരണം അതുകൊണ്ട് വന്നിറങ്ങുന്നതാണ്ടോ. ഇങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ. കണ്ടുകൊണ്ട് ഇങ്ങനെ ലൈനായിട്ട് കിടക്കുന്നുണ്ടോ. ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിലുണ്ട് വേറൊരു ഫ്ലൈറ്റ്. അതിൻ്റെ ബാക്കിൽ വേറൊരു ഫ്ലൈറ്റ് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സ്പീഡ് കൂട്ടിയിട്ട്
initiate once the aircraft doors are open. Thank you. അങ്ങനെ നല്ല കാഠ്മണ്ഡു എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. 2:30 ആയപ്പോഴത്തേക്കും എത്തി. ഇതാണ് കാഠ്മണ്ഡു എയർപോർട്ട്. ഇത് ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മളിപ്പം ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കാഠ്മണ്ഡുവിലാണ്. കയറി വരുമ്പം നമ്മൾ അവിടുന്ന് വരുമ്പോൾ തന്നെ കേട്ടോ നല്ലൊരു പിക്ചറുണ്ട്. അവിടെ നിന്ന് കുറേ പേര് അവിടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ പോകണം. ഇമിഗ്രേഷൻ പ്രോസസ്സിങ് കഴിഞ്ഞു. ഇത് സീലൊക്കെ ചെയ്ത് പാസ്പോർട്ടിൽ സീലൊക്കെ ചെയ്ത് കിട്ടി. ഇനിയും ലഗേജ് ബാഗ് എടുക്കണം. ഇതുണ്ടോ നേപ്പാളിൻ്റെ ഒരു പിക്ചറൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇതല്ലേ. എയർപോർട്ടിനകത്ത് ഓരോരോ സാധനങ്ങൾ കണ്ടോ ഇങ്ങനെ അവിടെ ഗ്ലാസ്സിനകത്ത് കണ്ടോ ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ. ഇത് ഉണ്ടോ അങ്ങനെ ഇതാ എയർപോർട്ടിൽ നിന്ന് കുറേ സമയമെടുത്ത് ഇവിടെയും നമ്മൾ ചെക്കിങ് ഒക്കെ ചെയ്യണം. എല്ലാം പരിശോധിക്കും. മൊബൈലിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് ഇതാ നമ്മുടെ ബാഗൊക്കെ കിട്ടി. ഞാനിങ്ങനെ ബാഗൊക്കെ ഒരു ട്രോളിയിൽ എടുത്ത് വെച്ചു. 2 ബാഗാണുള്ള ലഗേജ് ബാഗ് ഇവിടെ വന്നിട്ടാണ് എടുത്തത്. നമ്മൾ കൊച്ചിയിൽ നിന്ന് കയറിയിട്ട് മുംബൈയിൽ എടുത്തില്ല. പിന്നെ നമ്മളിവിടെ വന്നിട്ടാണ് എടുത്തത്. അപ്പോൾ ഇനിയിപ്പം പുറത്തേക്ക് പോകണം. എന്നിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇനി ഒരു ടാക്സി എടുത്തിട്ട് പോകണം. ഇപ്പം 3:15 കഴിഞ്ഞു സമയം. രാവിലത്തെ ഇഡ്ഡലി കഴിച്ചിട്ടേ ഉള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല. ഇനി എന്തെങ്കിലും കഴിക്കണം. ഇതാണ് നമ്മുടെ ത്രിഭുവൻ എയർപോർട്ട് കാഠ്മണ്ഡുവിൽ. ഇനി എനിക്ക് സിം എടുക്കണം. ഇവിടുത്തെ സിം എടുത്തെങ്കിലേ നമുക്കിനി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇനി ഇവിടെ നോക്കിയിട്ട് സിം എടുത്തിട്ട് വേണം പുറത്തിറങ്ങാൻ. പിന്നെ കുറച്ച് പൈസ നമ്മൾ നേപ്പാളി ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇനി കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇതാണ്ട് അവിടെ കാണുന്നതാണ് NCL എന്ന് പറഞ്ഞ അതിൻ്റെ സിമ്മാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സിം കാർഡ് കൗണ്ടർ നമ്മൾ ഇറങ്ങി എക്സിറ്റിൻ്റെ അവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്നാണ് എടുക്കുന്നത്. നമ്മളിവിടെ നിന്നാണ് സിം എടുക്കുന്നത്. ഇവിടെ നമുക്കൊരു ഫോം തരും. ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, പാസ്പോർട്ട് കൊടുക്കുക, പാസ്പോർട്ട് കോപ്പി, പിന്നെ നമ്മൾ ഒരു ഫോട്ടോയും കൊടുക്കുക. എത്ര ദിവസത്തേക്കാണുള്ള പ്ലാൻ ഉണ്ട്. ഞാനിപ്പോൾ 15 ഡേയ്സാണ് എടുത്തേക്കുന്നത്. നേപ്പാളി റുപ്പീസ് 700 രൂപയാണ്. 25 GB ഉണ്ട്. 60 മിനിറ്റ്സ് ടോക്ക് ടൈം ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്തായാലും അപ്പം 700 ആണ് ഇവിടുത്തെ ഇത്. നമുക്കിവിടെ തന്നെ ഈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ അതിന് കിട്ടും. ഒരു 8 തരം സിമ്മ്. ഇതുണ്ടോ നേപ്പാളിൽ നമ്മളിപ്പോൾ കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്ന് എക്സിറ്റിന് ഇറങ്ങി വരുന്ന വഴിയാണ്. ഉണ്ടോ നല്ല സൈഡിലൊക്കെ നല്ല പിക്ചേഴ്സൊക്കെ വെച്ചേക്കുന്നുണ്ടോ. കേട്ടോ 2 സൈഡിലും ഇങ്ങനെ നല്ല രസമുണ്ട്. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങി താഴോട്ട് പോകാം. അങ്ങനെ കണ്ട് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുണ്ടോ എയർപോർട്ടിൻ്റെ വെളിയിലുള്ളതാണ്. നമ്മളിനി ഒരു ടാക്സി എടുത്തിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. ഒരു 1/2 hour ഉണ്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. ഓഷോ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അപ്പം ഞാനിവിടെ ഒരു ഗൈഡിന് ഇത് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അപ്പം ആള് പിക്ക് ചെയ്യാൻ വരും. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകും. ഇതുണ്ടോ ഇവിടെ ഈ എയർപോർട്ടിൻ്റെ വെളിയിലുള്ള സ്ഥലമാണിത്. അങ്ങനെ ഞാൻ ഇവിടെ ഹോട്ടലിലെത്തി. ഹോട്ടൽ ഓഷോ ഹോമാണ്. ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതുണ്ടോ ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇനി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അകത്തേക്ക് പോകാൻ പോവാണ് റൂമിലേക്ക്. ഇതാണ് റൂം താമസിക്കുന്നത്. ഡബിൾ റൂമാണ്. അപ്പം ഞാൻ ഇപ്പം ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ ഈ റൂമാണ് തന്നിരിക്കുന്നത്. ഇനിയിപ്പം നാളെ ഇവിടെ സ്റ്റേ ആണ്. എന്നിട്ട് പിന്നെ നാളെ കഴിഞ്ഞാണ് നമ്മൾ ട്രെക്കിങ് ആരംഭിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.